ഇപ്പോൾ കണ്ട പോലത്തെ റിയലിസ്റ്റിക് വീഡിയോ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമേ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം, ഫ്രീ ആയിട്ടുള്ള, അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള. അതിനുവേണ്ടി ഐവ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു മാസം 3 ഇത് കമ്പോസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് മ്യൂസിക്. അപ്പോൾ നിങ്ങൾക്ക് 3 പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ജിമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് AI സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് മ്യൂസിക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടേതായ രീതി നിങ്ങൾക്ക് കമ്പോസ് ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം എത്ര ഡ്യൂറേഷൻ വേണം, നിങ്ങളുടെ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ 3 മിനിറ്റാണ് 3 മിനിറ്റ്, 10 മിനിറ്റാണ് 10 മിനിറ്റ്, 5 മിനിറ്റാണ് 5 മിനിറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഡ്യൂറേഷൻ കൊടുക്കാം. ആ ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോയുടെ ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. 3 മിനിറ്റിൻ്റെ വീഡിയോ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 3 മിനിറ്റിൻ്റെ ഡ്യൂറേഷനാണ് കൊടുക്കുന്നത്. അതുപോലത്തെ എങ്ങനത്തെ ടൈപ്പ് നമുക്ക് മ്യൂസിക്കാണ് വേണ്ടതെന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ യുണീക്ക് ആയിട്ടുള്ള രീതിയിലുള്ള മ്യൂസിക്കാണ് അവർ ജനറേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷന് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് പ്രോബ്ലം ഒന്നും വരത്തില്ല. കാരണം നമ്മുടെ ആ യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മ്യൂസിക്കുകൾ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മ്യൂസിക് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് നിങ്ങളെ അപ്ലോഡായി വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ജിമെയിൽ ഐ ഡി വെച്ച് നമുക്ക് 3 മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് 3 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ 2 ഞാൻ അപ്ലോഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം MP3 ആയിട്ട് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. MP3 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നെക്സ്റ്റ് മ്യൂസിക്കും അടുത്ത മ്യൂസിക്കും ഇതുപോലെ തന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഇമേജാണ്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോംപ്റ്റ് അനുസരിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഇതിനകത്ത് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള വീഡിയോ ജനറേഷൻ എന്നുള്ള ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെബ്സൈറ്റാണ് Leonardo.ai. ഇതിനകത്ത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പം എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ തീർച്ചയായും അതിനെക്കുറിച്ചൊരു വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് Leonardo.ai എന്നുള്ള ഇതുവഴി നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ എന്ത് പ്രോംപ്റ്റാണ് നിങ്ങൾ അടിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇമേജ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ChatGPT, നമുക്കറിയാം ChatGPT ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ChatGPT ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള അത് അടിച്ചു കൊടുക്കുക. അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവർ ആ ഇമേജിനനുസരിച്ച് നമുക്ക് ആ ഇമേജ് എങ്ങനെ നമ്മൾ സിറ്റുവേഷൻ അടിച്ചു കൊടുക്കുമ്പം അതിന് പറ്റിയ ഇമേജിൻ്റെ പ്രോംപ്റ്റ് അവർ തരുന്നതായിരിക്കും. ആ പ്രോംപ്റ്റ് നിങ്ങൾ Leonardo.ai കൊണ്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഇമേജ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ അടിച്ചു കൊടുത്ത ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാനത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സിമിലാരിറ്റി ആയിട്ടുള്ള ഒരുപാട് ഇമേജസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മ്യൂസിക് ചാനലൊക്കെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ ഫൂട്ടേജ് ആഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമുക്ക് ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്. യൂട്യൂബേഴ്സ് ആണെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസുകളൊക്കെ. അപ്പോൾ ഞാൻ ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഇമേജ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ആ ഇമേജ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇനി നമുക്കതിനെ വീഡിയോ ആക്കണം. വീഡിയോ ആക്കാൻ വേണ്ടി Runway ML എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് Runway ML വഴി യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ Runway ML നമ്മൾ വന്ന ശേഷം ആ ഇമേജ് നമ്മളിവിടെ കൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ ഈ Runway ML വഴി നമുക്ക് 4 സെക്കൻഡ് വീഡിയോ ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലോങ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇമേജസ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇമേജിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇമേജ് ലോഡായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് തീർച്ചയായും 4 സെക്കൻഡ് ഉള്ളെങ്കിൽ പോലും അത്യാവശ്യം നല്ല തന്നെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്കത് നല്ല രീതിയിൽ തന്നെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു, നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ വീഡിയോ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരികയില്ല. കാരണം ഇമേജ് എന്ന് പറയുന്നത് നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന പ്രോംപ്റ്റാണ്. അതായത് നിങ്ങൾ സ്വന്തം ID വെച്ച് അടിച്ചു കൊടുക്കുന്ന പ്രോംപ്റ്റാണ്. അതിന് വെച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
ഇൻ്റലിജൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അതുപോലെ റീയൂസും വരത്തില്ല. കാരണം വേറെ ആൾക്കാർ നിങ്ങളടിക്കുന്ന പ്രോംപ്റ്റ് വേറെ ആൾക്കാർ അടിക്കണമെന്നില്ലല്ലോ. കാരണം നിങ്ങൾ കറക്റ്റായിട്ടൊരു പ്രോംപ്റ്റ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടല്ലേ നമുക്ക് നമ്മുടെ സങ്കല്പ ഇമേജല്ലേ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പം അത് വേറെ നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല, റീയൂസ് കണ്ടൻ്റ് ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഇതിപ്പം ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ആ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ 4 സെക്കൻഡാണ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ടൂളാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വാട്ടർമാർക്കുണ്ട്, റൺവേ MLനകത്ത് വാട്ടർമാർക്കുണ്ട്, അത് റിമൂവ് ചെയ്യണം. അതിന് റിമൂവ് ചെയ്യാൻ വേണ്ടി 123 ആപ്ലിക്കേഷനകത്ത് റിമൂവ് ലോഗോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓപ്പൺ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ആ വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലോഗോ ഏത് ലോഗോയാണ് മാറ്റേണ്ടത് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ റിമൂവ് ചെയ്യണം അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത ശേഷം ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷനുണ്ട്. സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ലോഗോ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും വീഡിയോയിലൊക്കെ ലോഗോ മാറ്റണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ 123 ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സൈനപ്പ് പോലും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിനകത്ത് നിന്ന് ലോഗോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓരോ വീഡിയോ ഫൂട്ടേജുകളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷന് നിങ്ങൾക്ക് ലിപ്പ് സിങ്ക് ചെയ്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ ലിപ്പ് സിങ്ക് ആയിട്ടുള്ള ഒരു AI ക്യാരക്ടർ വേണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.